ഏഷ്യാ കപ്പിൽ ഇന്ത്യക്ക് ജയം. പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്തു. ഗൗതം നൽകും വിവരങ്ങൾ. ഗൗതം, പറയാം വിവരം. അരുണി, ഏറ്റവും ആവേശകരമായ മത്സരം. ഒരുപക്ഷെ മത്സരത്തിന് മുൻപ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്ന ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആരാധകർ, ഒരുപക്ഷെ ക്രിക്കറ്റ് ആരാധകർ തന്നെ കാത്തിരുന്ന ആവേശ പോരാട്ടത്തിനാണ് ഇപ്പോൾ ഇന്ത്യക്ക് ജയം ഉണ്ടായിരിക്കുന്നത്. വളരെ സമർത്ഥമായി തന്നെ പാകിസ്ഥാനെ എറിഞ്ഞൊതുക്കിയ ഇന്ത്യൻ ബൗളർമാർ, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മികച്ച പ്രകടനത്തിൽ, അതോടൊപ്പം തന്നെ അഭിഷേക് ശർമ്മയുടെ തുടക്കത്തിൽ നൽകിയ ഒരു ഇന്ധനത്തിന്റെ ബലത്തിലാണ് വിജയം സ്വന്തമാക്കിയത്. പാകിസ്ഥാനെതിരെ 7 വിക്കറ്റിന്റെ ജയമാണ് ഇന്ത്യക്ക് സ്വന്തമായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ ബാറ്റിംഗിലേക്ക് പോയ പാകിസ്ഥാൻ വലിയ ബാറ്റിംഗ് തകർച്ചയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതോടെ തന്നെ ഇന്ത്യയുടെ ജയം ഏതാണ്ട് ഉറപ്പായിരുന്നു. 100 റൺസ് പിന്നിടുന്നതിന് മുൻപ് തന്നെ 6-ലധികം വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ പോയി. ഇന്ത്യയുടെ ബൗളർമാർ നടത്തിയ മിന്നും പ്രകടനമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കുൽദീപ് യാദവും അതോടൊപ്പം തന്നെ ബുംറയും പാണ്ഡ്യയും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള മികച്ച പ്രകടനം, ബൗളിംഗ് പ്രകടനം ഇന്ത്യക്ക് നിർണായകമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് തന്നെയാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വളരെ മികച്ച രീതിയിൽ ഇന്ന് പ്രകടനം നടത്തിയിട്ടുണ്ട്. 37 പന്തുകളിൽ 47 റൺസ് സ്വന്തമാക്കി പുറത്താക്കാതിരുന്ന സൂര്യകുമാറിന്റെ ഇന്നിംഗ്സ് ഇന്ത്യക്ക് ഗുണമായി. അതോടൊപ്പം തന്നെ 13 പന്തുകളിൽ 31 റൺസ് നേടിയ അഭിഷേക് ശർമ്മ ഓപ്പണർ, അഭിഷേകിന്റെ പ്രകടനവും ഇന്ത്യയുടെ വിജയത്തിലേക്ക് നയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദുബൈയിലാണ് ഈ മത്സരം നടന്നത്. നമുക്കറിയാം, മത്സരത്തിന് മുന്നോടിയായി തന്നെ വലിയ വിവാദങ്ങളൊക്കെ നടന്നിരുന്നു. ഈ മത്സരത്തോടുകൂടി ജയം ഉറപ്പിക്കുന്ന അവസാന 4-ൽ ഇടം പിടിക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ത്യ ഇപ്പോൾ അവസാന 4-ലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഈ മത്സര വിജയത്തിന്റെ അല്ലെങ്കിൽ ഈ ഫലത്തിന്റെ മറ്റൊരു വശം. എന്തായാലും പാകിസ്ഥാൻ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ദുബൈ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത്. അതിൽ ഏറ്റവും ശ്രദ്ധേയവും ഇന്ത്യൻ ബൗളർമാരുടെ പ്രകടനം തന്നെയാണ് എന്നത് ഓർക്കേണ്ടതുണ്ട്. ജസ്പ്രീത് ബുംറ 2 വിക്കറ്റും കുൽദീപ് യാദവ് 3 വിക്കറ്റും അക്സർ പട്ടേൽ 2 വിക്കറ്റുമാണ് നേടിയത്. എന്നാൽ പാകിസ്ഥാന് തുടക്കത്തിൽ തന്നെ നിരാശ നൽകിക്കൊണ്ട് ഹർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ്, അതായത് കളി ആരംഭിക്കുമ്പോൾ തന്നെ 1 റൺസ് എടുക്കുമ്പോൾ, അതും വൈഡായിരുന്നു, ആദ്യ റൺസ് വൈഡിലൂടെ ലഭിച്ചു. രണ്ടാമത്തെ പന്തിൽ തന്നെ വിക്കറ്റ് വീഴുന്ന സാഹചര്യത്തിലേക്ക് പാകിസ്ഥാന്റെ ബാറ്റിംഗ് ലൈനപ്പ് തകർന്നു തുടങ്ങുന്ന കാഴ്ച ആദ്യ ഇന്നിംഗ്സിൽ, പാകിസ്ഥാന്റെ ഇന്നിംഗ്സിൽ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് വളരെ കൃത്യമായി തന്നെ ആസൂത്രിതമായ പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് ഇന്ത്യൻ ബൗളർമാരെ ഒരുക്കിയ കെണിയിലേക്ക് പാകിസ്ഥാന്റെ ബാറ്റർമാർ വന്നു വീഴുകയും അവസാനം വലിയ ബാറ്റിംഗ് തകർച്ചയിലേക്ക് പോവുകയും ചെയ്തത്. ശേഷം ഇന്ത്യ വളരെ കരുതലോടുകൂടി കളിക്കുകയും വളരെ കൃത്യമായി തന്നെ ഇന്നിംഗ്സ് പടുത്തുയർത്തിക്കൊണ്ട് തുടക്കത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു ഇന്ധനം അല്ലെങ്കിൽ ഒരു ബൂസ്റ്റിംഗ് ഓവറുകളിൽ നമ്മൾ വേണ്ട രീതിയിൽ റൺ സ്കോർ ചെയ്യുകയും പിന്നീട് സെൻസിബിൾ ആയിട്ടൊരു ഇന്നിംഗ്സ് കളിച്ചുകൊണ്ട് സൂര്യകുമാർ യാദവ് നടത്തിയിട്ടുള്ള ഒരു പ്രകടനം, അതും ചേർത്താണ് ഇന്ത്യക്ക് വിജയം വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഏഷ്യ കപ്പിന്റെ അവസാന 4-ലേക്ക് ഇടം പിടിക്കുന്നു. പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ടാണ് ആ വിജയം സ്വന്തമാക്കിയിരിക്കുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അരുണ്യ.